മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രികർ കൃപയാ ധ്യാൻ ദേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പാലക്കാടാണുള്ളത്. പാലക്കാടിന് ധാരാളം പ്രത്യേകതകളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ന് പാലക്കാട് ഇവിടെ നമ്മൾ എത്തി നിൽക്കാനുള്ള കാരണം പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്താണ് പീസ് റേഡിയോയോടും അതുപോലെ കേരളത്തിലെ നിലവിലത്തെ സാഹചര്യത്തോടും പറയാനുള്ളത് എന്ന് കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാനാണ് നമ്മളിന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാലക്കാട്ടെ ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് പോകാം. പുതിയ ചരിതമാകുവാൻ നന്മയുള്ള തലമുറയ്ക്ക് കരുതലാകുവാൻ ഈ മക്കളെ പുറത്ത് ഇറക്കാൻ തന്നെ പേടിയാണ്. ഇപ്പോൾ എവിടേക്കും ദൂര സ്ഥലത്തേക്ക് വിടാൻ തന്നെ പേടിയാണ്. പേടി തന്നെയാണ്. എന്താണ് പേടി തന്നെയാണ്. നമ്മുടെ നാട് ഏത് ലെവലിലേക്കാ പോകുന്നുള്ള പേടിയാണ്. ഇനി വരും തലമുറകളെ എങ്ങനെ ജീവിക്കും, നാട്ടിൽ എങ്ങനെ, ആ ഒരു പേടിയാണ്. ഇപ്പൊ നമ്മൾ കണ്ടാൽ കാണണ്ടല്ലോ അതില് ഇതേമാതിരി മരുന്ന് അമ്മായിയമ്മക്ക് മരുന്ന് കൊടുക്കണു, കൊല്ലണു, അങ്ങനെയൊക്കെ ഇതില് സീരിയലിലൊക്കെ കാണണില്ലേ, സിനിമകളിൽ കാണണില്ലേ. ഇതൊക്കെ ഒരു കാരണമാണ്. സിനിമയിൽ നിന്ന് കുറച്ച് കിട്ടും, കിട്ടാതെ ഒന്നും ഇരിക്കും. പിന്നെ ഇപ്പൊ എല്ലാ പരിപാടി DJ പരിപാടിയാണ്. ഈ DJ പരിപാടി പറഞ്ഞാൽ എന്താ? വെള്ളം അടിച്ച്, കഞ്ചാവ് അടിച്ച്, ഈ സാധനങ്ങൾ അടിച്ച് ഡാൻസ് കളിക്കുക, ആണും പെണ്ണും മിക്സായി ഡാൻസ് കളിക്കുക. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം എന്തിനാ മോനെ എന്ന് പറഞ്ഞാൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ മൊബൈൽ ഫോണാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. പാരന്റ്സ് അടക്കം, കുട്ടികളല്ല, പാരന്റ്സ് അടക്കം കൊടുക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് മൊബൈൽ ഫോണിനാണ്. അപ്പോൾ അവർ അതുമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയി പോകും. അവർ അത് മാത്രമായിട്ട് ഒതുങ്ങി പോകും. ബാക്കി സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആവാതെ വരുന്നവരാണ് ലഹരിയിലേക്ക് പെട്ടെന്ന് വഴുതിമാറി പോകുന്നത്. ഇവിടെ ഇപ്പോൾ കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യണമെന്ന് പറയണ എന്താ സാമ്യ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമ്മളെ മുമ്പിലേക്ക് വരുന്ന ആളുകളുണ്ട്. കണ്ടിട്ടുണ്ടോ? ഏതിനും അമ്മയെ തെരിയാതെ രണ്ട് പക്ഷം പറയുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാ സമൂഹത്തിൽ ഇങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട്. അതൊന്നും ജനങ്ങൾ ഉൾക്കൊള്ളൂല്ല. ആളുകൾ ഇതൊക്കെ കാണും, കാണാതിരിക്കില്ല. എന്ത് പറഞ്ഞാലും ആളുകൾ കാണും. ഇത് ലഭിക്കുന്നത് തടയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനം. ഇത് എങ്ങനെയാണ് ലഭിക്കുന്നത്? അത് നമ്മുടെ സുരക്ഷയുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ്. അത്തരത്തിൽ അത് ഈസി ആയിട്ട് ഈ പ്രദേശങ്ങളിൽ അത് കുട്ടികളുടെ കയ്യിലെത്തുമ്പോഴാണല്ലോ അവരിത് ഉപയോഗിക്കുന്നത്. ദിവസം തോറും റെയിൽവേ സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്ന കഞ്ചാവ്, അതേപോലെ MTM, ഇതുപോലെ RPF ഇഷ്ടംപോലെ ഞങ്ങൾ പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. കാരണം ലഹരി കടത്ത് ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നൽകുവാൻ ധർമ്മവിപ്ലവം, കേരളം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഏവർക്കും സ്വാഗതം. പാലക്കാട് കോട്ട മൈതാനി.